ദുബായിൽ ശുചിത്വം ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. പൊതുജനങ്ങൾക്ക് ശുചിത്വ ലംഘനങ്ങൾ ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇൽത്തിസാം എന്ന പേരിലാണ് പുതിയ ആപ്ലിക്കേഷൻ ദുബായ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചത്. പൊതു ശുചിത്വ ലംഘനങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനും ലൊക്കേഷൻ രേഖപ്പെടുത്താനും ആപ്പിൽ കഴിയും. ദുബായിയുടെ നഗരവൃത്തി കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ സംവിധാനം. കുവൈത്തിൽ ഫാമിലി വിസിറ്റ് വിസയ്ക്കുള്ള ശമ്പള പരിധി ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തുള്ള മുഴുവൻ പ്രവാസികൾക്കും ഇനി ബന്ധുക്കളെ കൊണ്ടുവരാമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിശ്ചിത മാസ ശമ്പളമുള്ള പ്രവാസികൾക്ക് മാത്രമായിരുന്നു കുവൈത്ത് കുടുംബ സന്ദർശക വിസ അനുവദിച്ചിരുന്നത്. ഈ ചട്ടത്തിലാണ് കുവൈത്ത് മാറ്റം വരുത്തിയത്. ജീവിത പങ്കാളി, രക്ഷിതാക്കൾ, മക്കൾ എന്നിവർക്ക് മാത്രം വിസ എന്നതിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയും ഇനി കുടുംബ സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കാം. കുവൈത്ത് വിസ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 5 മിനിറ്റിനുള്ളിൽ വിസ അനുവദിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി അഫയേഴ്സ് സെക്ടർ അറിയിച്ചു. ദുബായിലെ സാലിക് കമ്പനിയുടെ വരുമാനത്തിൽ റെക്കോർഡ് വർധനയെന്ന് കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 40% വരുമാനം കൂടിയത്. എമിറേറ്റിൽ ടോൾ ഗേറ്റുകളുടെ എണ്ണം കൂടിയതാണ് വരുമാന വർധനയുടെ കാരണം. ഈ വർഷം ആദ്യ പകുതിയിൽ 153 കോടി ദിർഹമാണ് സാലിക് കമ്പനിയുടെ വരുമാനം. ജൂൺ 30 വരെയുള്ള കണക്കുകളാണ് കമ്പനി പുറത്തുവിട്ടത്. ടോൾ ഗേറ്റുകളുടെ എണ്ണം കൂടിയതിന് ഒപ്പം തിരക്കേറിയ സമയത്ത് നിരക്ക് കൂട്ടിയതും വരുമാനത്തിൽ പ്രതിഫലിച്ചു. എമിറേറ്റിലെ ജനസംഖ്യാ വർധന, വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് എന്നിവയും വരുമാനം കൂട്ടി. 6 മാസത്തിനിടയിൽ 318.4 ലക്ഷം യാത്രകളാണ് സാലിക് ഗേറ്റുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാലിക് കമ്പനിയുടെ ലാഭത്തിൽ 41.5% ഇക്കാലയളവിൽ വർധന സംഭവിച്ചിരിക്കുന്നത്. മുഴുവൻ ലാഭവും ഓഹരി ഉടമകൾക്ക് കൈമാറാനാണ് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം. NTV UAE to the world.